നമസ്കാരം. ആറന്മുളയുടെ മാത്രം സ്വന്തമായ മറ്റൊരു സവിശേഷ ആചാരമാണ് ധനുമാസക്കമ്പം. സ്ത്രീ പുരുഷ ഭേദമന്യേ ആബാലവൃദ്ധം ജനങ്ങളും ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നതിൽ പുലർത്തുന്ന ശ്രദ്ധയാണ് ആറന്മുളയുടെ വലിയ പ്രത്യേകതയും. കൃഷ്ണാർജുനന്മാർ ഖാണ്ഡവനം അഗ്നിദേവന് സമർപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ധനുമാസക്കമ്പം ആചരിച്ചു വരുന്നത്. ധനുമാസാരംഭം മുതൽ ആറന്മുള ക്ഷേത്ര പരിസരത്തുള്ള കുട്ടികൾ പരിസര പ്രദേശങ്ങളിലെ വീടുകൾ സന്ദർശിച്ച് കവുങ്ങിന്റെ ഓലകൾ ശേഖരിക്കും. ഇവ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന് കിഴക്കേ നടയ്ക്ക് അഭിമുഖമായി നിലകൊള്ളുന്ന മൂർത്തിട്ട ഗണപതി ക്ഷേത്ര പരിസരത്തെത്തിച്ച് സൂക്ഷിക്കും. ഓരോ ദിവസവും കവുങ്ങോലകൾ ശേഖരിച്ച ശേഷം വിഘ്നനിവാരനായ മൂർത്തി ഗണപതിക്ക് മുൻപിലെത്തി വഞ്ചിപ്പാട്ട് പാടി സ്തുതിച്ച ശേഷമാണ് കുട്ടികൾ മടങ്ങിപ്പോവുക. കുട്ടികൾക്ക് പിന്തുണയും സഹായവും പ്രോത്സാഹനവും നൽകി മുതിർന്നവരും ഒപ്പം ഉണ്ടാകും. മകരസംക്രമത്തിന് മുന്നോടിയായി ധനുമാസത്തിലെ അവസാന നാളിൽ പുലർച്ചെ ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച തൂണിൽ തണുകുകൾ കെട്ടിയ ശേഷം കമ്പത്തിൽ അഗ്നി പകരുന്നതാണ് ചടങ്ങ്. ഖാണ്ഡവനം ദഹിപ്പിച്ചതിനെ അനുസ്മരിപ്പിക്കുന്ന ധനുമാസ കമ്പ ചടങ്ങിൽ കൃഷ്ണാർജുനന്മാരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. കമ്പത്തിനൊപ്പം അധർമ്മത്തെയും നാടിനെ ബാധിച്ച ദോഷ ദുരിതങ്ങളെയും അഗ്നിദേവൻ ദഹിപ്പിക്കുമെന്നും ആറന്മുളക്കാർ വിശ്വസിക്കുന്നു. ആറന്മുള ക്ഷേത്രത്തോളം പഴക്കമുള്ള ആറന്മുള ക്ഷേത്രത്തിലെ ഒരു ആചാരമാണ് ധനുമാസക്കമ്പം തണുങ്ങുപെറുക്ക്. ദ്വാപരയുഗത്തിൽ നരനാരായണന്മാർ കൃഷ്ണാർജുനന്മാർ അവതരിച്ച് അഗ്നിദേവന് വേണ്ടി ഗാണ്ഡവന ദഹനം നടത്തിയതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ചടങ്ങാണ് ഇവിടെ എല്ലാ വർഷവും നടന്നു വരുന്നത്. ധനുമാസത്തിൽ ക്ഷേത്ര പരിസരത്തെ കുട്ടികൾ ഈ പ്രദേശത്തെ തണുങ്ങുകൾ ശേഖരിച്ചുകൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ സ്തൂപത്തിൽ മകര സംക്രമം അറിയിപ്പെന്നു കൂടി ഒരു ചടങ്ങ് നടത്തിക്കൊണ്ടാണ് ഈ ആചാരം നടന്നു പോരുന്നത്. മാസത്തിലെ എല്ലാ ദിവസവും കുട്ടികൾ ക്ഷേത്ര പരിസരത്തെ വീടുകളിൽ പോയി വഴിപാട് സ്വീകരിച്ച് തണുങ്ങ് സമർപ്പിച്ചു കൊണ്ടുവന്ന് ആ തണുങ്ങ് അങ്ങനെ പ്രത്യേക ഒരു സ്തംഭത്തിൽ കമ്പം എന്നുള്ള നിലയ്ക്ക് കെട്ടിയാണിത് ചടങ്ങ് നടത്തുന്നത്. കാലങ്ങളായി ഈ ചടങ്ങ് കമ്പം കത്തിക്കുന്നത് ആറന്മുള പോർക്കോലിൽ കുടുംബക്കാരും ഒപ്പം തന്നെ അതിനുള്ള കമ്പക്കാല് തയ്യാറാക്കി തരുന്നത് ആറന്മുളയിലെ കാരാകര കുടുംബ അംഗങ്ങളുമാണ്. മുൻ വർഷങ്ങളിൽ നടന്നതുപോലെ തന്നെ ഈ വർഷവും ധനുമാസ കമ്പ നിർവഹണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വളരെ ഭംഗിയായി ധനുമാസ കമ്പം ജനുവരി 13 ദേവന് സമർപ്പിക്കുകയാണ്. ആചാരപരമായ എല്ലാ ചടങ്ങുകളോടും കൂടി ഈ വർഷവും ഇത് പൂർവാധികം ഭംഗിയായി നടത്തുവാനായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്.